പന്നിയൂർ എന്ന് കേൾക്കാത്ത കർഷകർ വളരെ കുറവായിരിക്കും അല്ലേ. കണ്ണൂർ ജില്ലയിലെ പന്നിയൂർ എന്ന സ്ഥലത്തുള്ള പന്നിയൂർ ഗവേഷണ കേന്ദ്രം, അതായത് പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ ഇന്നൊരു സെമിനാറുമായിട്ട് ബന്ധപ്പെട്ട് വന്നായിരുന്നേ. അപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, കാർഷിക മേഖലയിലെ കൃഷി മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ പകുതിയും ശമ്പളം മേടിക്കാനിരിക്കുന്നതാണ്. അവരിൽ ഭൂരിപക്ഷം പേരും കാർഷിക മേഖലയ്ക്ക് ഉതകുന്നതോ അല്ലെങ്കിൽ കർഷകർക്ക് സഹായിക്കുന്നതോ ആയ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ആക്ഷേപങ്ങൾ വരാറുണ്ടല്ലോ. അങ്ങനെയൊന്നും അല്ല. ഇവിടെ ഇവർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ ഒരുപാട് ഇനങ്ങൾ കുരുമുളകുകൾ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല ഉഗ്രം തോട്ടം ഇവരെടുത്തുണ്ട്. ഇതൊക്കെ ഇപ്പം നേരിട്ട് വന്ന് കാണുമ്പോഴാണ് ഒരു കർഷകനായി എനിക്ക് പോലും മനസ്സിലായത്. ഷെടാ, കുരുമുളക് ഗവേഷണ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കാണിക്കുന്നത് പച്ചപ്പയറാണല്ലോ എന്ന് വിചാരിക്കണ്ട. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സെമിനാറിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു. അത് കഴിച്ച പാടെ തൊട്ട് സൈഡിൽ ഇങ്ങനെ കുറച്ച് പയർ നട്ടേക്കുന്ന കണ്ടിട്ട് വെറുതെ കയറി നോക്കിയതാണ്. ഇത് ഈ ഗവേഷണ കേന്ദ്രത്തിൻ്റെ തന്നെ സ്ഥലം, അവരുടെ തന്നെ കൃഷിയാണിത്. വലിയ പയർ, അതായത് ഏകദേശം 6 അടി പൊക്കമുള്ള എൻ്റെ കൈയുടെ നീളം വരുന്ന നല്ല നീളമുള്ള വണ്ണമുള്ള പയറുകൾ. ഒരാളോട് ചോദിച്ചപ്പോൾ മീറ്റർ പയർ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നുമല്ല. ഇതിൻ്റെ പേരെന്താണെന്ന് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നല്ല പയർ, നല്ല ഇനം. ഇതിൻ്റെ വിത്ത് ഇവിടെ കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ പറഞ്ഞത് പയറിനെ കുറിച്ചാണെങ്കിലും ഞാൻ ഇടാൻ പോകുന്ന കുരുമുളകിനെ കുറിച്ചുള്ള വീഡിയോ പ്രേക്ഷകർ കാണാൻ മറക്കണ്ട. കണ്ണൂരിലുള്ള പന്നിയൂർ എന്ന ഈ കൊച്ചു ഗ്രാമത്തെ ആഗോള പ്രശസ്തമാക്കിയ ആ പേര്, ആ കുരുമുളക്, ഏകദേശം 10ലധികം ഇനങ്ങൾ അവർ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോസ് ഉടനെ ചെയ്യുന്നതാണ്. എന്തായാലും ഇന്നിവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് അറിവുകൾ ഇന്നും നാളെയായിട്ട് നമുക്കറിയാൻ കഴിയും. അതെല്ലാം ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതാണ്. ഇപ്പോൾ വീഡിയോ കാണാൻ മറക്കണ്ട കേട്ടോ. നന്ദി.